എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം. ശരിക്കും പറയുകയാണെങ്കിൽ പെട്ട അവസ്ഥയിൽ തന്നെയാണ് പല വിദ്യാർത്ഥികളും നിൽക്കുന്നത്. ഇന്നലെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് 2ാം സെമസ്റ്റർ പരീക്ഷയുടെയും 4ാം സെമസ്റ്റർ പരീക്ഷയുടെയൊക്കെ ടൈം ടേബിൾ വന്നപ്പോൾ നമ്മൾ മുൻപുള്ള വീഡിയോകളിൽ പറഞ്ഞിരുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ യാഥാർത്ഥ്യമായി എന്ന് തന്നെ പറയാം. വിദ്യാർത്ഥികൾ പെട്ടൊരവസ്ഥയിലേക്ക്, എല്ലാ വിദ്യാർത്ഥികളുടെ കേസുമല്ല, ചിലർ വിദ്യാർത്ഥികളുടെ കേസ് ഇങ്ങനെ തന്നെ വരുന്നുണ്ട് എന്നുള്ള കാര്യം ശ്രദ്ധയിൽപ്പെടുന്നു. അതായത് ഒരു ദിവസം തന്നെ 2 സെമസ്റ്റർ പരീക്ഷ, അതായത് രാവിലെ 2ാം സെമസ്റ്റർ ആണെങ്കിൽ ഉച്ചയ്ക്ക് 4ാം സെമസ്റ്റർ പരീക്ഷ എഴുതേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇപ്പോൾ നിലവിലിപ്പോൾ ഈ പ്രശ്നം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതല്ല, നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത് ഇപ്പോൾ 2-4 സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷകളുടെ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നാണ് ഇതുപോലൊരു പ്രശ്നം അവർ നമ്മളെ അറിയിച്ചിരിക്കുന്നത്. ഒരു വിദ്യാർത്ഥി നമ്മളോട് പറയുകയും ചെയ്തിട്ടുണ്ടെന്ന്, രാവിലെ 2ാം സെമസ്റ്റർ പരീക്ഷ വരുന്നു, ഉച്ചയ്ക്ക് 4ാം സെമസ്റ്റർ പരീക്ഷ വരുന്നു, ഇങ്ങനൊരു പ്രശ്നം അറിയിച്ചത്. അപ്പോൾ അതാണ് നമ്മൾ തീർച്ചയായും വിദ്യാർത്ഥിയോട് പറഞ്ഞത്, ടൈം ടേബിൾ വരുമ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം. ഏതൊക്കെ ദിവസമാണ് എനിക്ക് ഇപ്പോൾ ഈ 2-4 സെമസ്റ്റർ പരീക്ഷകളിൽ ഏതൊക്കെ പരീക്ഷകളാണ്, അല്ലെങ്കിൽ ഏതൊക്കെ പരീക്ഷകൾ ഏതൊക്കെ ദിവസമാണ്, ഏതൊക്കെ ടൈമിലാണ് വരുന്നതെന്നുള്ളത് കൃത്യമായി ഒന്ന് നോക്കി വെക്കണമെന്നുള്ളത്. അങ്ങനെ ഒരു വിദ്യാർത്ഥി നോക്കുകയും തൻ്റെ ഒരു ബുദ്ധിമുട്ട് നമ്മളെ അറിയിക്കുകയും ചെയ്താണ് ടൈം ടേബിളിൽ മാറ്റാൻ ചാൻസ് ഉണ്ടോ എന്നുള്ളത് ചോദിച്ചു. അപ്പോൾ ഇവിടെ ആ വിദ്യാർത്ഥിക്ക് വന്ന പ്രശ്നം എന്ന് പറഞ്ഞത്, 2ാം സെമസ്റ്റർ പരീക്ഷ രാവിലെ എഴുതണം, അതേസമയം 4ാം സെമസ്റ്റർ സപ്ലിമെൻ്ററി പരീക്ഷ എന്ത് ചെയ്യണം, വൈകുന്നേരം ഉച്ചയ്ക്ക് എഴുതേണ്ട ഒരു പ്രശ്നമാണ് ആ വിദ്യാർത്ഥിയെ സംബന്ധിച്ച് വന്നത്. പ്രശ്നം തന്നെയാണ്, ഇത് വല്ലാത്തൊരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ തീർച്ചയായും പ്രിയ വിദ്യാർത്ഥിയോട് പറയാനുള്ളത്, ആ വിദ്യാർത്ഥി ഇപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഈ പരീക്ഷ ടൈം ടേബിൾ മാറ്റാൻ സാധ്യതയുണ്ടോ എന്നാണ്. ഈ ടൈം ടേബിൾ മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു വിദ്യാർത്ഥി എന്നതിലുപരി ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സിറ്റിക്ക് മുമ്പാകെ പരാതി സമർപ്പിച്ചാൽ മാത്രമാണ് ഇതിലെന്തെങ്കിലും ഒരു മാറ്റം വരാൻ ചാൻസ് ഉള്ളൂ. കാരണം ഓൾറെഡി ഏപ്രിൽ മാസം നടക്കേണ്ട പരീക്ഷയായിരുന്നു. ഇലക്ഷനും മറ്റ് തിരക്കുകൾ കാരണം അത് മെയിലേക്ക് പോസ്റ്റ്പോൺ ചെയ്തതാണ്. അപ്പോൾ ഇതുപോലൊരു പ്രശ്നം വരുന്ന, ഇപ്പം ഒരു വിദ്യാർത്ഥിയാണ് നമ്മളെ അറിയിച്ചിരിക്കുന്നത് ഇങ്ങനത്തെ ഒരു പ്രശ്നം വന്ന കാര്യം, രാവിലെ ഉച്ചയ്ക്കും പരീക്ഷ വന്ന കാര്യം. അപ്പോൾ എനിക്ക് ഉറപ്പുണ്ട് ഒരു വിദ്യാർത്ഥിക്ക് മാത്രമല്ല, ഇങ്ങനെ ഉള്ള അവസ്ഥ വരുന്ന മറ്റ് വിദ്യാർത്ഥികളും ഉണ്ടാകും എന്നുള്ളത് 100% ഉറപ്പാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളെല്ലാവരും കൂടി ചേർന്ന്, ഇങ്ങനെ പ്രശ്നം വരുന്ന വിദ്യാർത്ഥികളൊക്കെ കൂടി ചേർന്ന് യൂണിവേഴ്സിറ്റിക്ക് ഒരു റിക്വസ്റ്റ് കൊടുക്കുക. അല്ലാതെ ഇതിൽ വേറൊന്നും നമുക്കിവിടെ ചെയ്യാൻ സാധിക്കുന്നതല്ല. ഇവിടെ ഇപ്പോൾ എന്നെ സംബന്ധിച്ചാലും ഇവിടെ എനിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. എനിക്കിപ്പോൾ ഇങ്ങനെ വീഡിയോയിലൂടെ ഇങ്ങനെ ഒരു കാര്യം അവതരിപ്പിക്കാം എന്നല്ലാതെ മറ്റൊന്നും എനിക്ക് ഇവിടുന്ന് ചെയ്യാൻ സാധിക്കില്ല. ഞാൻ നിസ്സഹായനാണ്. ഇപ്പോൾ നിലവിൽ നമ്മളോട് ഈ പ്രശ്നം പറഞ്ഞിരിക്കുന്നത് 2ാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയുടെയും 4ാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ വിദ്യാർത്ഥികളാണ്. അതേസമയം ഈ 2ാം സെമസ്റ്ററിൻ്റെ 2ാം സെമസ്റ്ററിൻ്റെയും 4ാം സെമസ്റ്ററിൻ്റെയും സപ്ലിമെൻ്ററിയുടെ ടൈം ടേബിൾ വന്നപ്പോൾ തന്നെയാണ് 2ാം സെമസ്റ്റർ FAUGP പരീക്ഷയുടെയും 4ാം സെമസ്റ്റർ FAUGP പരീക്ഷകളുടെയും ടൈം ടേബിൾ വന്നത്. FAUGP വിദ്യാർത്ഥികൾ ഇങ്ങനൊരു പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ഉണ്ടോ എന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ തീർച്ചയായും പറയാനുള്ളത്, നിങ്ങളുടെ 2ാം സെമസ്റ്റർ, അത് FAUGP ആയാലും സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻ്റ് ആയാലും 4 ഇയർ ആയാലും 3 ഇയർ ആയാലും, 2ാം സെമസ്റ്റർ 4 ഇയർ ആയാലും 3 ഇയർ ആയാലും, 4ാം സെമസ്റ്റർ ആയാലും 4 ഇയർ ആയാലും 3 ഇയർ ആയാലും നിങ്ങളുടെ ഡീറ്റെയിൽ ടൈം ടേബിൾ വന്നിട്ടുണ്ട്, ചെക്ക് ചെയ്യുക. ഇതുപോലെ പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് മാക്സിമം റിപ്പോർട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക, യൂണിവേഴ്സിറ്റിയിലേക്ക് റിപ്പോർട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. എന്നാൽ മാത്രമേ ഇതിലെന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകുകയുള്ളൂ എന്നത്, മാറ്റം ഉണ്ടാവാൻ തന്നെ ചാൻസ് ഉള്ളൂ. കൂടുതൽ വിദ്യാർത്ഥികളുടെ റിപ്പോർട്ട് ലഭിക്കുന്ന മുറയ്ക്ക് മാത്രമേ യൂണിവേഴ്സിറ്റി ഈ കാര്യത്തിൽ ഒരു ഉഷാർ പിടിക്കുകയുള്ളൂ എന്നുള്ളത് 100% ഉറപ്പാണ്. ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ 2 വിദ്യാർത്ഥി റിക്വസ്റ്റ് ചെയ്തെന്ന് വെച്ച് യൂണിവേഴ്സിറ്റി ചിലപ്പോൾ അത് മൈൻഡ് ആക്കിയെന്ന് വരില്ല. പക്ഷെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ യൂണിവേഴ്സിറ്റിയിലേക്ക് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നം കണ്ടില്ലെന്ന് അടിക്കാൻ യൂണിവേഴ്സിറ്റിക്കാവില്ല. അതുകൊണ്ടാണ് തീർച്ചയായും വിദ്യാർത്ഥിയോട് പറയുന്നത്, മാക്സിമം ചെക്ക് ചെയ്യുക. ഇപ്പോൾ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻ്റ് കാര്യത്തിലാണ് വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്ന് ഇതുപോലൊരു പ്രശ്നം നമ്മളെ അറിയിച്ചിരിക്കുന്നത്. FAUGPയുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ ഇതുവരെ പ്രശ്നങ്ങൾ അറിയിച്ചിട്ടില്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് വ്യക്തമല്ല. ടൈം ടേബിൾ ചെക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ, മൈ നെയിം ഈസ് കറി, ദ ഫൗണ്ടർ ഓഫ് സ്ക്രൈബ് ഫോർ ദ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.